സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത ദ്വാശീതിതമോധ്യായ. ഇന്ന് നമുക്ക് 82ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരിക്കൽ സൂര്യഗ്രഹണ സമയത്ത് ഗ്രഹദോഷം പരിഹരിക്കാൻ വേണ്ടി കൃഷ്ണനും ഭാര്യമാരും പുത്രന്മാരും വസുദേവരും അടക്കമുള്ള എല്ലാ യദുക്കളും വൃഷ്ണികളും എല്ലാ പേരും തീർത്ഥസ്ഥാനമായ സമന്ത പഞ്ചകത്തിലെത്തി. കുരുക്ഷേത്രത്തിലാണത്. അപ്പോൾ അവര് അവിടെ ചെന്ന് തീർത്ഥത്തെ സ്നാനം ചെയ്തു. അന്ന് ഉപവാസമിരുന്നു. പിന്നെ ബ്രാഹ്മണർക്ക് പശുക്കളെ ഒക്കെ ദാനം ചെയ്തു. പിറ്റേന്നാള് സൂര്യോദയത്തിന് എണീറ്റ് എല്ലാവരും സ്നാനം ചെയ്ത് ബ്രാഹ്മണർക്ക് ആദ്യം മൃഷ്ടാന്നം കൊടുത്തു. അത് കഴിഞ്ഞ് അവരും ഭക്ഷിച്ചു. അവിടെ എത്തിയ മറ്റ് രാജാക്കന്മാരെയും അവർ കണ്ടു. അതുപോലെ നന്ദഗോപര്, യശോദ, ഗോപന്മാര്, ഗോപികമാര് എല്ലാവരും അവിടെ എത്തിയിരുന്നു. അവർ പരസ്പരം വളരെ കാലമായിട്ട് കണ്ടത് മൂലം ആലിംഗനം ചെയ്ത് കുശല പ്രശ്നമൊക്കെ നടത്തി. പാണ്ഡവന്മാരും കൗരവന്മാരും എല്ലാവരും എത്തിയിരുന്നു. അവര് കൃഷ്ണന്റെ ദർശനം മൂലം അവർക്ക് അതിയായ സന്തോഷമുണ്ടായി. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുകവാച. ശ്ലോകം 1. അഥൈകഥാദോരവത്യാം വസതോ രാമകൃഷ്ണയോഹോ സൂര്യോപരാഗ സുമഹാൻ ആസീത് കൽപക്ഷയേധാ. അഥ ഏകദാ ദോരവത്യാം വസതഃ രാമകൃഷ്ണയോഹോ സൂര്യോ ഉപരാഗഃ സുമഹാനാസീത് കൽപക്ഷയേത. അതാനന്തരം ഏകത ഒരിക്കൽ രാമകൃഷ്ണയോഹോ ദ്വാരവത്യാം വസതേ, രാമനും കൃഷ്ണനും ദ്വാരകയിൽ വസിക്കുമ്പോൾ കൽപക്ഷയേത, അപ്പൊ കൽപ്പാന്ത കാലത്തിൽ ചിലപ്പോ ഭയങ്കരമായിട്ടുള്ള ചൂടനുഭവപ്പെടും, സൂര്യഗ്രഹണം. അപ്പൊ കൽപ്പാന്തകാലം അടുത്തു വന്നുള്ള അവസരത്തിൽ എന്ന പോലെ ഒരു സൂര്യഗ്രഹണമുണ്ടായി. അപ്പൊ ഭയങ്കര ചൂടാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? അവരെല്ലാരും കൂടെ ഏതെങ്കിലും തീർത്ഥസ്ഥാനത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ സുമഹാൻ ഏറ്റവും മഹത്തായ സൂര്യോപരാഗ സൂര്യഗ്രഹണം ആസീതുണ്ടായി. അപ്പൊ ഒരിക്കൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടായി. അഥൈകഥാദ്വാരവത്യാം വസതോ രാമകൃഷ്ണയോഹോ സൂര്യോപരാഗ സുമഹാൻ ആസീത് കൽപക്ഷയേതാം. ശ്ലോകം 2. തം ജ്ഞാത്വാ മനുജാരാജൻ പുരസ്താദേവ സർവതഃ സമന്തപഞ്ചകം ക്ഷേത്രം യയു ക്ഷേയോവിത്സയാം. തം ജ്ഞാത്വാ മനുജാരാജൻ പുരസ്താദ് ഏവ സർവതഃ സമന്തപഞ്ചകം ക്ഷേത്രം യയുഹു ക്ഷേയോ വിദിത്സയാ. രാജൻ, ഹേ രാജാവേ, പുരസ്താദ് ഏവ മുമ്പ് തന്നെ മനുജ ജനങ്ങൾ തം അതിനെ അറിഞ്ഞിട്ട്, അപ്പോ ഇനിയിപ്പോ സൂര്യഗ്രഹണം ഉണ്ടാകും എന്നറിഞ്ഞിട്ട് സർവദാ എല്ലാ ഭാഗത്തു നിന്നും ശ്രേയോ വിദിത്സയ ശ്രേയസിനെ ഉണ്ടാക്കി തീർക്കാനുള്ള ഇച്ഛയാൽ, അതായത് ഈ ഗ്രഹണദോഷം ഒക്കെ ഉണ്ടാകും. അപ്പം അത് പരിഹരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു? സമന്ത പഞ്ചകം ക്ഷേത്രം യയുഹു, സമന്ത പഞ്ചകം എന്നൊരു തീർത്ഥസ്നാനത്തില് അവര് പോയി. അത് ഗുജറാത്തിലാണ് കുരുക്ഷേത്രം, സമന്ത പഞ്ചകം. അങ്ങനെ എല്ലാവരും കുരുക്ഷേത്രത്തില് ഗൃഹദോഷം പരിഹരിക്കാൻ വേണ്ടി സമന്ത പഞ്ചകത്തില് എത്തി.
തം ജ്ഞാത്വാ മനുജാരാജൻ പുരസ്താദേവ സർവദാ സമന്തപഞ്ചകം ക്ഷേത്രം യയുശ്രേയോ വിദിത്സയാം. ശ്ലോകം 3. നിക്ഷത്രിയാം മഹീം കുർവൻ രാമശസ്ത്രഭൃതാംബരഃ നൃപാണാം രുദ്രൗഖേണ യത്ര ചക്രേ മഹാഹൃതാൻ. നിക്ഷത്രിയാം മഹീം കുർവൻ രാമഃ ശസ്ത്രഭൃതാം വരഃ. ശസ്ത്രഭൃതാം വരഃ രാമഃ. ശസ്ത്രം ധരിച്ചവൽ വരൻ, ഏറ്റവും ശ്രേഷ്ഠനായ രാമഃ. രാമൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പരശുരാമനാണ്. പരശുരാമൻ മഹീം ഭൂമിയെ നിക്ഷത്രിയ ക്ഷത്രിയന്മാരോട് കൂടാത്തതാക്കി കുർവൻ ചെയ്യുന്നവനായി നൃപാണ രാജാക്കന്മാരുടെ രുധിരൗഖേണ രക്തപ്രവാഹത്താൽ എത്ര ഏതൊന്നിൽ മഹാകൃതാൻ മഹാകൃതങ്ങളെ ഉണ്ടാക്കി. അപ്പൊ ഈ സമന്ത പഞ്ചകം എന്ന് പറയുന്നത് ഈ തീർത്ഥസ്നാനം ഉണ്ടാക്കിയത് ആരാണ്? പരശുരാമനാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് കാർത്യവീരാർജുനൻ ഒരു ദിവസം പരശുരാമന്റെ അച്ഛന്റെ ആശ്രമം, അവർ താമസിക്കുന്ന എവിടെയാണ്? ജമദഗ്നിയുടെ ആശ്രമം. ആ ആശ്രമത്തിൽ കാർത്യവീരാർജുനൻ വന്നു. അപ്പോൾ അവിടെ കാമധേനു ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കാമധേനു എല്ലാ ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്തപ്പോൾ ഈ കാമധേനുവിനെ കാർത്തികവീരാർജുനൻ ചോദിച്ചു. അത് കൊടുക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ആദ്യം പശുവിനെ അപഹരിച്ചുകൊണ്ട് പോയി. പിന്നീട് പരശുരാമൻ ചെന്ന് യുദ്ധം ചെയ്തപ്പോൾ പരശുരാമൻ ഇല്ലാത്ത സമയത്ത് ജമദഗ്നിയെ വധിച്ചു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? പരശുരാമൻ എല്ലാ ഭൂമി മുഴുവനും ക്ഷത്രിയന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി 21 പ്രാവശ്യം ഭൂമി മുഴുവൻ നടന്ന ക്ഷത്രിയന്മാരെ എല്ലാം വകവരുത്തി. എന്നിട്ട് അവരുടെ രക്തം കൊണ്ട് 5 തീർത്ഥസ്ഥാനങ്ങൾ ഉണ്ടാക്കി. അതാണ് സമന്ത പഞ്ചകം. പഞ്ചകം എന്ന് വെച്ചാൽ 5 ഉണ്ടാക്കി. പിന്നെ അത് പുണ്യതീർത്ഥമായി മാറി. അപ്പൊ പിതൃക്കൾക്ക് എന്നിട്ട് പരശുരാമൻ അവിടെ തർപ്പണം ചെയ്തു. അപ്പൊ അതാണ് ഇത് പറയുന്നത്. അപ്പൊ ക്ഷത്രിയന്മാരെ ഇല്ലാതാക്കി പരശുരാമൻ സംഹരിച്ചത് ഇവിടെ വച്ചാണ്. പരശുരാമൻ വളരെ പേരെ വധിച്ച് പാപം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആ രാജാക്കന്മാരുടെ ആ രക്തം കൊണ്ട് 5 കയങ്ങൾ, രക്തകയങ്ങൾ ഉണ്ടാക്കി. അതാണ് സമന്ത പഞ്ചകം എന്ന് പറയുന്നത്. നിക്ഷത്രിയാണാം മഹീം കുർവൻ രാമശസ്ത്രഭൃതാംബരഃ നൃപാണാം രുദ്രൗഖേണ എത്ര ചക്രേ മഹാഹൃതാൻ. ശ്ലോകം 4. ഈ ജയിച്ച ഭഗവാൻ രാമോ എത്ര അസ്പൃഷ്ടോപി കർമ്മണ ലോകസ്യ ഗ്രാഹയൻ ഈശോ യഥാന്യോ അപനുത്തമേ. ഈ ജയിച്ച ഭഗവാൻ രാമഃ എത്ര അപസ്പൃഷ്ടഃ അഭി കർമ്മത്താൽ അപസ്പൃഷ്ടഃ അഭി സ്പർശിക്കപ്പെടാത്തവനാകുന്നുവെങ്കിലും ഭഗവാനായും ഈശ്വരനായും ഇരിക്കുന്ന രാമഃ പരശുരാമൻ ലോകത്തെ ഗ്രാഹയൻ ഗ്രഹിപ്പിക്കാനായിക്കൊണ്ട് അന്യൻ എന്ന പോലെ അഖാപനുത്തമേ അഖം എന്ന് വെച്ചാൽ പാപം, അഖാപം അനുത്തമേ പാപമില്ലാതാക്കാൻ വേണ്ടി യാതൊരു സ്ഥലത്ത് യജിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പരശുരാമൻ ക്ഷത്രിയന്മാരുടെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് 5 കയങ്ങൾ ഉണ്ടാക്കി. അതാണ് സമന്ത പഞ്ചകം എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നീട് തീർത്ഥസ്നാനമാക്കി. ധാരാളം ആൾക്കാർ ഈ ഗ്രഹണ സമയത്ത് സ്നാനാദി പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ അവിടെ എത്തും. ഈ ജയ ഭഗവാൻ രാമോ എത്ര സ്പൃഷ്ടോപി കർമ്മണ ലോകസ്യ ഗ്രാഹയൻ ഈശോ യഥാന്യോ അപനുത്തമേ. ശ്ലോകം 5. മഹത്യാം തീർത്ഥയാത്രായാം തത്രാഗൻ ഭാരതീ പ്രജാഃ കൃഷ്ണയശ്ച തഥാ ക്രൂര വസുദേവ ആഹൂകതാദയാം. മഹ്യതാം തീർത്ഥയാത്രായാം, വലിയ തീർത്ഥയാത്രയിൽ ഭാരതത്തിലുള്ള പ്രജകൾ തഥാ അപ്രകാരം അക്രൂര വസുദേവ ആഹുക ആദയ, അക്രൂരൻ വസുദേവൻ ആഹുകൻ മുതലായ വൃഷ്ണികളും തത്ര അവിടെ ആഗമിച്ചു.
അപ്പം അങ്ങനെ എല്ലാവരും ആ സമന്ത പഞ്ചകത്തിൽ എത്തുകയാണ്. ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഇനിയുള്ളതിൽ പറയും. അപ്പോൾ ക്രൂരന്, വസുദേവൻ, ആകുകൻ തുടങ്ങിയ വൃഷ്ണികളെല്ലാം അവിടെ എത്തിയെന്ന്. മഹത്യാം തീർത്ഥയാത്രായാം തത്രാഗമൻ ഭാരതീ പ്രജ കൃഷ്ണയശ്ച തഥാ ക്രൂര വസുദേവാഹുകാദയ. ശ്ലോകം 6. യൈർഭാരത തക്ഷേത്രം സ്വമഹം ക്ഷപൈഷ്ണവഃ ഗതപ്രത്യുഗ്ന സാമ്പാദ്യ സുചന്ദ്ര ശുഖസാരണൈ ആസ്തേ അനിരുദ്ധോ രക്ഷായാം കൃതവർമാ ച യൂഥഭഃ. അപ്പൊ ഇനി ആരൊക്കെ പോയി? യയുഹു ഭാരത, അല്ലയോ ഭാരത, അവിടെ പോയൊരു തക്ഷേത്രം സ്വം അഹം ശപൈഷ്ണവ, അഹഭാവത്തെ ശപൈഷ്ണവ നശിപ്പിക്കാൻ ഇച്ഛിക്കുന്നവരായിട്ട് ആരൊക്കെ പോയി? ഗത, പ്രത്യുമ്ന, സാംബ, ആദ്യ. ഗതൻ, പ്രത്യുമ്നൻ, സാമ്പൻ, ഇതൊക്കെ ആരൊക്കെയാണ്? കൃഷ്ണന്റെ പുത്രന്മാരാണ്. മുതലായവര് അവരുടെ പാപങ്ങൾ ക്ഷയിപ്പിക്കാൻ വേണ്ടി ആ ക്ഷേത്രത്തെ പ്രാപിച്ചവരാണ്. പിന്നെയുണ്ട് സുചന്ദ്ര ശുക സാരണ, അതും കൃഷ്ണന്റെ പുത്രന്മാരാണ്, രുക്മിണിയുടെ പുത്രന്മാരാണ് സുചന്ദ്രൻ, ശുക, സാരണന്മാര്. അവരും എല്ലാ പേരും, അതായത് കൃഷ്ണനും ഭാര്യമാരും പുത്രന്മാരും എല്ലാ പേരും വന്നു. പിന്നെ വരാത്ത ആരുണ്ട്? ആസ്തേ അനിരുദ്ധോ രക്ഷായാം കൃതവർമാച്ച യൂഥവഃ. അപ്പൊ ദ്വാരകയുടെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ശത്രുക്കൾ ആക്രമിക്കുകയാണെങ്കിലും എല്ലാവരും കൂടെ പോകുമ്പോൾ അതിനുവേണ്ടി അനിരുദ്ധൻ പ്രത്യുമ്നന്റെ മകനാണ്, അനിരുദ്ധനെയും കൃതവർമാവിനെയും യൂഥവ സൈന്യനാഥന്മാരായി ദ്വാരകയിലാക്കിയിട്ട് ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു? ബാക്കി യദുക്കളെല്ലാവരും, കൃഷ്ണനും ഭാര്യമാരും മക്കളും ബാക്കി എല്ലാവരും സമന്ത പഞ്ചകത്തിൽ എത്തി. യൈർഭാരത തക്ഷേത്രം സ്വമഹം ശപൈഷ്ണവഃ ഗതപ്രത്യുമ്ന സാമ്പാദ്യ സുചന്ദ്രശുഖസാരണൈ ആസ്തേ അനിരുദ്ധോ രക്ഷായാം കൃതവർമാ ച യൂഥവഃ. ശ്ലോകം 7. തേ രഥൈർ ദേവതിഷ്ണാഭൈർ ഹയശ്ച തരളപ്ലവൈ ഗജൈർ നദതദ്ഭിർ അഭ്രാഭൈർ നൃഭിർ വിദ്യാധരദ്വിഭിः. പിന്നെ ആരൊക്കെ പോയി? തേ രഥൈഹി ദേവ തിഷ്ണ്യ ആഭൈഹി ഹയഃ ച തരപ്ലവൈഹി ഗജൈഹി നദദ്ഭിഹി അഭ്രാഭൈഹി നൃഭിഹി വിദ്യാധര ദ്വിഭിഹി. ദേവതിഷ്ണാഭൈഹി, ദേവവിമാന തുല്യങ്ങളായിരിക്കുന്ന രഥൈഹി, തേരുകളോടും. അപ്പൊ ഇവരെല്ലാം തേരുകളിൽ കുതിരയുടെ പുറത്ത്, തേരുകളിൽ ആന, ഇങ്ങനെ പല പിന്നെ എല്ലാ കാലാൾപ്പട എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തേരുകളോടും തരളപ്ലവൈ, തിരമാലകൾ പോലെ ചഞ്ചലങ്ങളായ ചാട്ടങ്ങളോടുകൂടിയ കുതിര, എന്നുവെച്ചാൽ നല്ല വേഗതയുള്ള കുതിരകൾ എല്ലാവരും പോയല്ലോ. ഒരു പല വാഹനങ്ങളിലായി പോയി. നദദ്ഭി, നാദം പുറപ്പെടുവിക്കുന്നതും അഭ്രാഭൈഹി, മേഘനിറമുള്ളവയുമായ ഗജൈ, ആനകളോടും വിദ്യാധരദ്വിഭിഹി, വിദ്യാധരന്മാരെ പോലെ ശോഭയോടുകൂടിയ ദ്വിഭിഹി, നൃഭിഹി, മനുഷ്യർ എന്നുവെച്ചാൽ കാലാൾപ്പട. അപ്പൊ എല്ലാവരും ഉണ്ടായി ഈ യാത്രയിൽ. അവർ കൂടെ കൊണ്ടുപോയ വാഹനങ്ങൾ ദേവവിമാനങ്ങൾ പോലെ ഇരിക്കുന്ന തേരുകൾ, സമുദ്രതിരമാല പോലെ ഭംഗിയിൽ ചാടിച്ചാടി നടക്കുന്ന കുതിരകൾ, കാർമേഘം പോലെ കറുത്തിരിക്കുന്ന ആനകൾ, വിദ്യാധരന്മാരെ പോലെ വിശേഷകാന്തിയുള്ള കാലാൾപ്പടകൾ എല്ലാവരെയും കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നാലും വല്ല ആക്രമണം ഉണ്ടെങ്കിൽ തടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ സന്നദ്ധമായിട്ടാണ് പോയത്, ചതുർപടകളും കൊണ്ടാണ് പോയത്. തേരഥൈർ ദേവതിഷ്ണ്യാഭൈർ ഹയശ്ച തരളപ്ലവൈഹി ഗജൈർ നദദ്ഭിർ അഭ്രാഭൈർ
നൃഭിർ വിദ്യാധരദ്യുഭിഹി. ശ്ലോകം 8. വിരോചന്ത മഹാതേജ പതികാഞ്ചനമാലിനഃ ദിവ്യശ്രക്വസ്ത്രസന്നാഹ കളത്രൈഖേജരായിവ. വിരോചന്ത മഹാതേജ, മഹത്തായ തേജസ്സോടുകൂടിയ യാദവന്മാർ, കാഞ്ചനമാലിന, സ്വർണമാലകൾ ധരിച്ചവരും, ദിവ്യശ്രക് വസ്ത്രസന്നാഹ, ദിവ്യങ്ങളായ വസ്ത്രങ്ങൾ മാലകൾ ധരിച്ചവരും, കളത്രൈഹി, പുത്രന്മാരോട് കൂടിയതായിട്ട് പതിവഴിയിൽ, ഖേചര, അല്ല കളത്രം എന്ന് വെച്ചാൽ ഭാര്യ സഹിതന്മാരായ ദേവന്മാർ സഞ്ചരിക്കുന്നു എന്ന് തോന്നും. വഴിയിൽ ഖേചരായിവ, ദേവന്മാരെ പോലെ വിരോചന്ത, വിശേഷമായി ശോഭിച്ചു. അപ്പൊ അവര് നല്ല എണ്ണമൊക്കെ ഒരുങ്ങി ഭാര്യമാരോടുകൂടി പോകുമ്പോൾ എന്തോന്ന് വിചാരിച്ചു, ദേവന്മാരാണോ സഞ്ചരിക്കുന്നതെന്ന് തോന്നുന്നു. അത്ര ഭംഗിയിൽ ഒരുങ്ങിയാണ് അവർ സമന്ത പഞ്ചകത്തിലേക്ക് പോകുന്നത്. വിരോചന്ത മഹാതേജ പതി കാഞ്ചന മാലിന ദിവ്യശ്രക് വസ്ത്രസന്നാഹ കളത്രൈഖേജരായിവ. ശ്ലോകം 9. തത്ര സ്നാത്വാ മഹാഭാഗ ഉപോക്ഷ്യസു സമാഹിതാഃ ബ്രാഹ്മണേഭ്യോ ദദുർധേനുർ വാസശ്രക് രുക്മമാലിനഃ മാലിനീഃ. തത്ര സ്നാത്വാ മഹാഭാഗ ഉപോക്ഷ്യസു സമാഹിതാഃ. മഹാഭാഗ, മഹാന്മാരായ അവർ, സുസമാഹിതാഃ, ഏറ്റവും ഭക്തിയുള്ളവരായി, തത്ര അവിടെ, സ്നാത്വ കുളിച്ചിട്ട്, ഉപോക്ഷ്യ വ്രതത്തോടുകൂടി ഉപവാസം. അപ്പം അന്ന് പോയെന്ന് അതിൽ കുളിച്ചിട്ട് അവർ ഉപവാസം അനുഷ്ഠിച്ച്, വാസശ്രക് രുക്മ മാലിനി, വാസം വസ്ത്രം, ഷഗമാല, അങ്ങനത്തെ മാല, സ്വർണമാല, രുക്മമാലിനി, രുക്മസ്വർണം മുതലായവയോടുകൂടി, തേന്, പശുക്കളെയൊക്കെ സ്വർണം കൊണ്ടൊക്കെ അലങ്കരിച്ച് ബ്രാഹ്മണേഭ്യ ദദുഹു, ബ്രാഹ്മണന്മാർക്ക് ദാനം ചെയ്തു. അപ്പൊ എന്ത് നല്ല കാര്യം ചെയ്താലും ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണം. അത് പണ്ടൊക്കെ പശുവാണ് ദാനം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് കുളിച്ച് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് അന്ന് ഉപവാസം ഇരുന്നു. തത്ര സ്നാത്വാ മഹാഭാഗ ഉപേക്ഷ്യസു സമാഹിതാഃ ബ്രാഹ്മണേഭ്യോ ദദുർധേനുർ വാസസ്രക്രുക്മമാലിനീഃ. ശ്ലോകം 10. രാമഹൃദേഷു വിധിവത് പുനരാപ്ലുത്യ വൃഷ്ണയഃ ദദുസ്വ അന്നം ദ്വിജാഗ്രേഭ്യ കൃഷ്ണേനോ ഭക്തിരസ്തു ഇതി. രാമഹൃദേഷു വിധിവത് പുനർ ആപ്ലുത്യ വൃഷ്ണയഃ ദദുഹു സ്വ അന്നം ദ്വിജാഗ്രേഭ്യഃ കൃഷ്ണേന നഹ ഭക്തി അസ്തു ഇതി. പുനഃ, പിറ്റേന്നാള്, വൃഷ്ണികൾ രാമഹൃദേഷു, രാമഹൃതങ്ങളിൽ, അതായത് പരശുരാമൻ ഉണ്ടാക്കിയ 5 ഹൃതങ്ങളിൽ, തീർത്ഥസ്ഥാനങ്ങളിൽ, വിധിപ്രകാരം ആപ്ലിത്വ, സ്നാനം ചെയ്തു. എന്നിട്ട് കൃഷ്ണനിൽ നഖ, ഞങ്ങൾക്ക് ഭക്തി, അനുരാഗം, അസ്തു ഇതി ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും അതിൽ കുളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കൃഷ്ണനിൽ ഭക്തി ഭവിക്കട്ടെ എന്ന സങ്കല്പത്താൽ ദ്വിജാഗ്രേഭ്യക, ഉത്കൃഷ്ടമായ ബ്രാഹ്മണർക്കായിക്കൊണ്ട് സ്വന്ന, സുഖഭക്ഷണം ദദു, കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം കുളിച്ചിട്ട് ബ്രാഹ്മണർക്ക് നല്ല ഭക്ഷണം കൊടുത്തു. ഇനി കൃഷ്ണനിൽ ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് കൊടുത്തത്. രാമഹൃദേഷു വിധിവത് പുനരാപ്ലുത്യ വൃഷ്ണയഃ ദദുസ്വന്നം ദ്വിജാഗ്രേഭ്യ കൃഷ്ണേനോ ഭക്തിരസ്തു ഇതി. ശ്ലോകം 11. സ്വയം ച തദനുജ്ഞാത വൃഷ്ണയ കൃഷ്ണദേവതാഃ ഭക്തോപവിശു കാമം സ്നിഗ്ധഛായാംഘ്രിപാഘ്രിഷു. സ്വയം ച തത് അനുജ്ഞാത വൃഷ്ണയഃ കൃഷ്ണദേവതാഃ, കൃഷ്ണനായ ദേവനോടുകൂടിയ വൃഷ്ണികൾ, സ്വയം ച തങ്ങളും, തദനുജ്ഞാത അവരുടെ അനുവാദത്തോടു കൂടിയവരായി, ഭുജിച്ചിട്ട്. അപ്പൊ കൃഷ്ണനാകുന്ന ദേവനോടുകൂടിയ എല്ലാ വൃഷ്ണികളും എന്ത് ചെയ്തു, ബ്രാഹ്മണർക്ക് കൊടുത്തിട്ട് അവരുടെ അനുമതിയോടുകൂടി തങ്ങളും ഭക്ഷണം കഴിച്ചിട്ട്, ഭുജിച്ചിട്ട്, സ്നിഗ്ധഛായ അംഘ്രിപ അംഘ്രിഷു, സ്നിഗ്ധഛായ നല്ല തണലോടുകൂടിയ, അംഘ്രിപ മരങ്ങളുടെ, അംഘ്രിഷു
ചുവട്ടിൽ കാമം യഥേച്ഛ ഉപവിശു. അവര് ഓരോ തണൽ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ സുഖമായിട്ട് ഇരുന്നു. സ്വയം ച തദനുജ്ഞാത വൃഷ്ണയ കൃഷ്ണദേവദാഹ ഉക്തോപവിശു കാമം സ്നിഗ്ധഛായാംഗ്രിവ അംഗ്രിഷു. ശ്ലോകം 12. തത്രാം ഗതാംസ്തേ ദദൃശോ സുഹൃസംബന്ധിനോ നൃപാൻ മത്സ്യോ ഉഷീനര കൗസല്യ വിദർഭ കുരു സൃഞ്ജയാൻ കാംബോജ കൈകയാൻ മദ്രാൻ കുന്തീനാനർത്ഥ കേരളാൻ. അപ്പൊ അവിടെ വന്നിരിക്കുന്ന രാജാക്കന്മാരെ പേരുകളാണ് പറയുന്നത്. രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും എല്ലാം അവിടെ വന്നു. തത്ര ആഗതാൻ സ്തേ, തത്ര ആഗതാൻ അവിടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കള് സംബന്ധികളായ നൃപാൻ രാജാക്കന്മാര് എല്ലാവരെയും അവർ ദർശിച്ചു. വൃഷ്ണികൾ ആഹാരമൊക്കെ കഴിച്ചിരുന്നപ്പോൾ അവിടെ വന്ന രാജാക്കന്മാരെയൊക്കെ കണ്ടു. ആരൊക്കെയാണ് വന്നത്? മത്സ്യരാജാവ്, ഉഷീനരൻ, കൗസല്യൻ, വിദർഭൻ, കുരുക്കൾ, സൃഞ്ജയൻ, കാമ്പോജന്മാർ. ഇതൊക്കെ ഓരോ വർഗക്കാരാണ്. ഇപ്പൊ വൃഷ്ണികളെ ദിക്കുകൾ എന്ന് പറഞ്ഞതുപോലെ ഉള്ള ആൾക്കാരാണ്. കൈകയന്മാര്, മദ്രാധിപന്മാര്, കുന്തികൾ, ആനർത്തന്മാർ, കേരളന്മാർ എന്നീ രാജാക്കന്മാരെ വൃഷ്ണികൾ കണ്ടു. അപ്പോൾ എല്ലാ രാജാക്കന്മാരും എല്ലാവരും ആ സമയത്ത് സൂര്യഗ്രഹണ സമയത്ത് ഈ തീർത്ഥസ്ഥാനത്തിലെത്തും. അപ്പൊ എല്ലായിടത്തുള്ള രാജാക്കന്മാരും എത്തി. തത്രാഗതാൻ ദദൃശു സുഹൃത് സംബന്ധിനോ നൃപാൻ മത്സ്യോഷീനര കൗസല്യ വിദർഭ കുരു സൃഞ്ജയാൻ കാംബോജ കൈകയാൻ മദ്രാൻ കുന്തീനാനർത്ഥ കേരളാൻ. ശ്ലോകം 13. അന്യാം ചൈവ ആത്മപക്ഷീയാൻ പരാം ശതശോ നൃപ നന്ദാദീൻ സുഹൃതോ ഗോപാൻ ഗോപീചോത്കണ്ഠിതാസ്ഥിരം. അന്യാൻ ച ഏവ ആത്മപക്ഷീയാൻ അന്യാഞ്ച ആത്മപക്ഷക്കാരായ അന്യരെയും പരാഞ്ച അതാണ് പരാഞ്ച പരന്മാരെയും ശതശോ നൃപ നൃപ രാജാവേ ശതശക അനേകം സുഹൃത്തുക്കളായ നന്ദൻ മുതലായ ഗോപന്മാരെയും ചിരം അധികമായിട്ട് ഉത്കണ്ഠിത വിയോഗ ദുഃഖത്താൽ ക്ലേശിച്ചിരുന്ന ഗോപികളെയും കണ്ടു. അപ്പൊ കുറെ രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞു. പിന്നെ മറ്റുള്ളവര് സ്വപക്ഷത്തിൽ ചേർന്നവരായ പിന്നെയും അനേക രാജാക്കന്മാരെയും പരപക്ഷത്തിൽ ചേർന്ന അനേകം പേരെയും സുഹൃത്തുക്കളായ നന്ദാദി ഗോപന്മാരെയും വളരെ കാലമായിട്ട് കാണാഞ്ഞതിനാൽ വിരഹ ദുഃഖം അനുഭവിച്ച ഗോപികമാരെയും വൃഷ്ണികൾ ആ തീർത്ഥസ്ഥാനത്തിൽ കണ്ടു. അപ്പൊ എല്ലാ ദേശത്തു നിന്നും ആളുകൾ അവിടെ എത്തി. അന്യാം ചൈവാത്മപക്ഷീയാൻ പരാം ശതശോ നൃപ നന്ദാദീൻ സുഹൃതോ ഗോപാൻ ഗോപീചോ ഉത്കണ്ഠിതാശ്ചിരം. ശ്ലോകം 14. അന്യോന്യ സന്ദർശന ഹർഷ രംഭസ പ്രോത്ഫുല്ല ഹൃദ്ഭക്ത്ര സരോരുഹശ്രിയ ആശ്ലിഷ്യ ഗാഢം നയനൈസ്രവജ്ജല കൃഷസ്ത്വജോ രുദ്ധഗിരോയർമുദം. അന്യോന്യ സന്ദർശന ഹർഷ രംഭസ അന്യോന്യ സന്ദർശന ഹർഷരംഭസ അന്യോന്യം കണ്ട സന്തോഷത്താൽ രംഭസ എന്ന് വെച്ച വേഗത്താൽ പ്രോത്ഫുല്ല വക്ത്ര സരോരുഹ ശ്രിയ പ്രോത്ഫുല്ല എന്ന് വെച്ചാൽ ഏറ്റവും വികസിച്ച പ്രോത്ഫുല്ല ഹൃത്ത് എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെയും വക്ര മുഖത്തിന്റെയും സരോരുഹ ശ്രിയ ശോഭയോടുകൂടിയവരായ ഗാഠം
ശോഭയോട് കൂടിയവരായിട്ടും ഗാഠം ആശ്ലിഷ്യ മുറുകെ ആലിംഗനം ചെയ്ത് നയനൈ കണ്ണുകളിൽ കൂടി സ്രവജ്ജലം ഒഴുകുന്ന ജലത്തോടുകൂടി ഹൃഷത്വജ രോമാഞ്ചമുള്ളവരായി യുക്തഗിര തടസ്സപ്പെട്ട വാക്കുകളോടുകൂടി മുദം സന്തോഷത്തെ യയു പ്രാപിച്ചു. അപ്പോൾ പരസ്പരം കണ്ടപ്പോഴുള്ള സന്തോഷ ആധിക്യത്തെയാണ് പറയുന്നത്. വളരെ കാലമായല്ലോ ഈ നന്ദാദി ഗോപന്മാരും ഗോപികമാരും എല്ലാം ഭഗവാനെയും കൃഷ്ണകളെയൊക്കെ കാണുന്നത്, യദുക്കളെയൊക്കെ കാണുന്നത്. അപ്പൊ അവര് സന്തോഷത്തോടുകൂടി കണ്ടപ്പം അത്യന്ത ആനന്ദമായി, ഹൃദയമൊക്കെ നിറഞ്ഞു, മുഖമൊക്കെ വികസിച്ചു. പരമാനന്ദം കൊണ്ട് ഇവരെന്ത് ചെയ്തു? ആലിംഗനം ചെയ്തു. അപ്പൊ അവർക്ക് സന്തോഷാശ്രുക്കൾ, കണ്ണുനീര് ഒഴുകി. പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല, രോമാഞ്ചമുണ്ടായി, ഗദ്ഗത കണ്ടരായിപ്പോയി. സംസാരിക്കാൻ പറ്റാതെ വാക്കുകൾ തടഞ്ഞു. അങ്ങനെ അവർ പരമ സന്തോഷം അനുഭവിച്ചു. അന്യോന്യ സന്ദർശന ഹർഷരംഹസ പ്രോത്ഫുല്ല ഹൃദ്വക്ത്ര സരോരുക ശ്രിയ ആശ്ലിഷ്യ ഗാഠനയനൈ സ്രവജ്ജല ഋഷത്വജോരുക്ത ഗിരോയർമുദം. ശ്ലോകം 15. സ്ത്രീയസ്ത സംവീക്ഷ്യ മിഥോതി സൗഹൃദ സ്മിതാമലാപാംഗ ദൃശോഭിരേഭിരേ സ്തനൈസ്തനാൻ കുങ്കുമ പങ്കരുഷിതാൻ നിഹത്യ ദോർഭി പ്രണയാസുലോചന. സ്ത്രീയഃ ച സംവീക്ഷ്യ മിഥഃ അതി സൗഹൃദഃ സ്മിത അമല അപാംഗ ദൃശോ അഭിരേമിരേ. ഒരു സമസ്ത പദമാണ്. അതിസൗഹൃദ സ്മിത അമലാപാംഗ ദൃശഃ. സ്ത്രീകളും മിഥ അന്യോന്യം സംവീക്ഷ കണ്ടിട്ട് അതിസൗഹൃദ സ്മിത അമല അപാംഗ ദൃശ അതിസൗഹൃദ അതിസ്നേഹത്താൽ സ്മിത മന്ദഹാസത്തോടുകൂടി അമല അപാംഗ നിർമ്മലമായ നോട്ടത്തോടും അപാംഗ ദൃശ നിർമ്മലമായ നോട്ടത്തോടും കൂടിയവരായി പ്രണയാശ്രുലോചന സ്നേഹത്താൽ കണ്ണുനീരോടുകൂടി സന്തോഷാശ്രുക്കളാണ്. സ്തനൈഹി സ്തനങ്ങൾ കൊണ്ടും ദോർഭി കൈകൾ കൊണ്ടും കുങ്കുമ പങ്കരുഷിതാൻ കുങ്കുമപങ്കം തേച്ചിരിക്കുന്ന സ്തനങ്ങളെ നിഹത്യ സ്തനങ്ങളെ മാറുകളിൽ അന്യോന്യം അഭിരേമിരെ പുണർന്നു. അന്യോന്യം പുണർന്നപ്പോൾ മാറുകൾ തേച്ചിരിക്കുന്ന കുങ്കുമങ്ങളൊക്കെ അന്യോന്യം പടർന്നു. അവർ ആലിംഗനം ചെയ്തു. അപ്പൊ കുങ്കുമങ്ങൾ ഇളകി മാറിൽ എല്ലായിടത്തും ഒക്കെ ആയി. അങ്ങനെ അവർ സന്തോഷം പങ്കുവച്ചു. സ്ത്രീയസ്ത സംവീക്ഷ്യം ഇതോതി സൗഹൃദ സ്മിതാബല അമലാപാംഗ ദൃശോഭിരേമിരെ സ്തനൈസ്തനാൻ കുങ്കുമ പങ്കരുഷിതാൻ നിഹത്യ ദോർഭി പ്രണയാസുലോചന. ശ്ലോകം 16. തതോഭിവാദ്യത്തെ വൃദ്ധാൻ യവിഷ്ടൈരഭിവാദിത സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രു കൃഷ്ണ കഥാമിതാം. തതഃ അഭിവാദ്യ തേ വൃദ്ധാൻ. തതഃ അനന്തരം തേ അവർ വൃദ്ധന്മാരെ അഭിവാദ്യ വന്ദിച്ചിട്ട് യവിഷ്ടൈഹി വയസ്സ് കുറഞ്ഞവരാൽ അഭിവാദ്യ വന്ദിക്കപ്പെട്ടവരായി സ്വാഗതത്തെയും കുശലത്തെയും പൃഷ്ട്വ ചോദിച്ചിട്ട് മിഥ അന്യോന്യം കൃഷ്ണകഥകളെ ചക്രു കൃഷ്ണകഥകളെ അന്യോന്യം പറഞ്ഞ് രസിച്ചു. പിന്നെ ചെറുപ്പക്കാരൊക്കെ എന്ത് ചെയ്ത് വൃദ്ധന്മാരുടെ അടുത്ത് ചെന്ന് അവരെ വന്ദിച്ചു. വഴിയിലുണ്ടായ സുഖദുഃഖാദികളെല്ലാം ഗൃഹങ്ങളിലുള്ള സന്തോഷങ്ങളെല്ലാം അന്യോന്യം അറിയിച്ച ശേഷം കൃഷ്ണന്റെ ലീലകളെ പറഞ്ഞ് രസിച്ചു. തതോഭിവാദ്യത്തെ വൃദ്ധാൻ യവിഷ്ടൈരഭിവാദിതാഹ സ്വാഗതം കുശലം പൃഷ്ട്വാ ചക്രു കൃഷ്ണ കഥാമിതാം. ശ്ലോകം 17. ഭൃതാപ്രാദൂൻ സ്വസുർവീക്ഷ തത്പുത്രാൻ പിതരാവപി പ്രാതൃപത്നിർമുകുന്ദം ച ജഹൗ സംകഥയാശുജ. പൃഥ പ്രാതൃൻ സ്വസുർ വീക്ഷ. പൃഥ എന്ന് പറഞ്ഞാൽ കുന്തി പ്രാതൃൻ പ്രാതാക്കന്മാരെയും സഹോദരന്മാരെയും സ്വശ്രു സഹോദരിമാരെയും തത്പുത്രാൻ അവരുടെ പുത്രന്മാരെയും പിതരൗ അഭി പിതാക്കന്മാരെയും ഭാതൃപത്നി സഹോദര ഭാര്യമാരെയും മുകുന്ദം ച കൃഷ്ണനെയും വീക്ഷ കണ്ടിട്ട് സംകഥയാ അന്യോന്യം സംഭാഷണം ചെയ്തുകൊണ്ട് ശുചക ദുഃഖങ്ങളെ ജഹൗ ഉപേക്ഷിച്ചു.
കുന്തി സഹോദരന്മാർ, സഹോദരികൾ, അവരുടെ പുത്രന്മാർ, മാതാപിതാക്കന്മാർ, സഹോദര ഭാര്യമാർ, കൃഷ്ണൻ, ഇവരെ എല്ലാം കണ്ട് ഒന്നിച്ചിരുന്ന് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഇതുവരെ കാണാത്ത ദുഃഖങ്ങളെല്ലാം പങ്കുവച്ചു. പ്രതാപ്രാതൃൻ ശുശ്രൂ വീക്ഷ്യ തത്പുത്രാൻ പിതരാവപി ഭാതൃപത്നീൻ മുകുന്ദം ച ജഹോസം കഥയാ ശുചഃ. കുന്തിവാച. ശ്ലോകം 18. ആര്യഭ്രാതൃഹം മന്യേ ആത്മാനമകൃതാശിഷം തദ്വാ ആപത്സു മത്വാർത്ത നാനുസ്മരത സപ്തമ. ആര്യഭ്രാതഃ അഹം. ആര്യഭ്രാതഃ, ആര്യനായ ഹേ ഭ്രാതാവേ. കുന്തി വസുദേവരോട് പറയുകയാണ്, ഹേ ആര്യ ശ്രേഷ്ഠ, ഹേ സഹോദര, ആത്മാനം, ആത്മാവിനെ, അതായത് എന്നെ, അകൃതാശിഷ, സുഹൃതഹീനയായിട്ട്, കാരണം എൻ്റെ കുശലമൊന്നും അന്വേഷിക്കുന്നില്ലല്ലോ, അപ്പൊ എന്നെ ഞാൻ ഭാഗ്യഹീനയായിട്ട് തോന്നിയിട്ട് ഞാൻ വിചാരിക്കുന്നു, അപ്പൊ എന്നെ അങ്ങ് ഇതുവരെയും വിളിക്കുന്നില്ല, ഭാഗ്യവും യോഗ്യതയൊന്നും ഇല്ലാത്തതായിട്ട് ഞാൻ സുഹൃതം ചെയ്യാത്തവളെന്ന് എന്നെ വിചാരിക്കുന്നുവോ അങ്ങ്? എന്തുകൊണ്ടെന്നാൽ സത്തമഹ, അതിശ്രേഷ്ഠന്മാരായ നിങ്ങൾ ആപത്തുകളിൽ പോലും മത്വാർത്തം, എന്റെ വാർത്തയെ അനുസ്മരത, ഓർക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് എന്തെല്ലാം ആപത്ത് വന്നു, അപ്പൊ നിങ്ങൾക്കിപ്പോ കൃഷ്ണനും എല്ലാവരും ഉണ്ട്, വലിയ കാര്യത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ കഴിയുകയാണ്, അപ്പൊ എന്നെ കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് എന്റെ ഭാഗ്യഹീനം കൊണ്ടായിരിക്കാം, എനിക്ക് പുണ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കും കാരണം എന്ന് കുന്തി പരിഭവം പറയുകയാണ് വസുദേവരോട്. വസുദേവർ കുന്തിയുടെ സഹോദരനാണ്, അതുകൊണ്ട് സഹോദരനോട് അങ്ങനെയുള്ള ദുഃഖങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ആര്യപ്രാതരഹം മന്യേ ആത്മാനമകൃതാശിഷം യദ്വാ ആപസ്സു മദ്വാർത്താം നാനുസ്മരത സത്തമ. ശ്ലോകം 19. സുഹൃദോ ജ്ഞാതയാ പുത്ര പ്രാതരപിതരാവപി നാനുസ്മരന്തി സ്വജനം യസ്യ ദൈവമദക്ഷിണം. യസ്യ, യാതൊരാളുടെ നേരെ ദൈവം, ഈശ്വരൻ, അദക്ഷിണം, പ്രതികൂലമോ, സ്വജനം, സ്വജനത്തെ, സുഹൃതക, സ്നേഹിതന്മാരും, ജ്ഞാതയ, ജ്ഞാതികളും സംബന്ധക്കാരും, പുത്രക, പുത്രന്മാരും, ഭ്രാതര, സഹോദരന്മാരും, പിതരവും, അച്ഛനമ്മമാർ കൂടി നാനുസ്മരന്തി, ഓർക്കുന്നില്ല. അപ്പൊ കുന്തി പറയാണ്, ദൈവം ആരുടെ നേരെ പ്രതികൂലമായിരിക്കുവോ അവന്റെ ആപത്ത് കാലത്ത് അവൻ ആരും കാണൂല, സ്നേഹിതന്മാരും കാണൂല, പുത്രന്മാരോ ഭാര്യമാരോ സഹോദരന്മാരോ മാതാപിതാക്കളോ സംബന്ധികളോ ആരും അവനെപ്പറ്റി ആലോചിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, ദൈവം എൻ്റെ നേരെ പ്രതികൂലമായിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് കുന്തി പരിഭവം പറയുകയാണ്. സുഹൃതോ ജ്ഞാതയ പുത്ര പ്രാതരപിതരാവപി നാനുസ്മരന്തി സ്വജനം യസ്യ ദൈവമദക്ഷിണം. അപ്പൊ വസുദേവർ ഉത്തരം പറയുകയാണ്. ശ്ലോകം 20. വസുദേവ ഉവാച അംബമാസ്മാൻ അസൂയേത ദൈവക്രീഡനകാന്നരാൻ ഈശസ്യ ഹി വശേ ലോക കുരുതേ കാര്യതേ തവാ. അംബ, ഹേ സഹോദരി, മാ അസ്മാൻ അസൂയേത ദൈവ ക്രീഡനകാൻ, ദൈവക്രീഡനകാൻ, ഈശ്വരന്റെ കളിക്കോപ്പുകളായ നരാൻ അസ്മാൻ, മനുഷ്യരായ ഞങ്ങളെ, നമ്മളെല്ലാം ഈശ്വരന്റെ കയ്യിൽ കളിപ്പാവകളാണ്, അങ്ങനെയുള്ള ഞങ്ങളെ മാ അസൂയേത, കുറ്റപ്പെടുത്തണ്ട, ഈശ്വരസ്യ, ഈശ്വരന്റെ വശേ, അധീനത്തിൽ ലോകം കുരുതേ, ചെയ്യുന്നു. അപ്പൊ ഈശ്വരന്റെ നിശ്ചയം അനുസരിച്ചാണ് ഈ ലോകം നീങ്ങുന്നത്, നമ്മളെല്ലാം ഈശ്വരന്റെ കയ്യിലെ കളിപ്പാവകളാണ്, അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. ലോകം ഈശ്വരന്റെ അധീനത്തിലാണ്, അവർ ഈശ്വരന്റെ ഇച്ഛ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈശ്വരസ്യ വശേ, അധീനത്തിൽ ലോകം കുരുതേ, ചെയ്യുന്നു, അഥവാ അല്ലെങ്കിൽ കാര്യതയെ ചെയ്യിപ്പിക്കുന്നു. ഒന്ന് ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ അവരെ കൊണ്ട് ഈശ്വരന്റെ ഇച്ഛ അനുസരണം പ്രവർത്തിപ്പിക്കുന്നു, അല്ലാതെ ലോകം സ്വതന്ത്രം അല്ല. അംബാമാസ്മാനസൂയേത ദൈവക്രീഡനകാന്നരാൻ ഈശ്വരസഹിലോ വശേ ലോകാൻ കുരുതേ കാര്യതേതവ. ശ്ലോകം 21. കംസ പ്രതാപിത സർവേ വയം യാതാ ദിശം ദിശം ഏതർഹ്യേവ പുനഃസ്ഥാനം ദൈവേന ആസേദിതാ സ്വസഹ.
സ്വസഹ, ഹേ സഹോദരി, കംസ പ്രതാപിത, കംസനാൽ തപിപ്പിക്കപ്പെട്ട സർവേ വയം, ഞങ്ങൾ എല്ലാവരും ദിശം ദിശം, ദിക്കുകൾ തോറും യാതാ, ദിക്കുകൾ തോറും ഞങ്ങൾ പാഞ്ഞുകൊണ്ടേയിരുന്നു. പുനഃ, പിന്നെ ഏതർഹിയേവ, ഇപ്പോൾ തന്നെ ദൈവേന, ദൈവത്താൽ സ്ഥാനം, സ്വസ്ഥാനം ആസാദിത, പ്രാപിക്കപ്പെട്ടവരായി. ഇത്രയും കാലം കംസന്റെ പീഡനം സഹിച്ച് ഞങ്ങള് അവിടെ ഇവിടെ ഇങ്ങനെ ദിക്കുകൾ തോറും ഓടിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോഴാണ് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സ്വസ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുന്നത് എന്ന് വസുദേവൻ പറയുകയാണ്. കംസപ്രതാപിത സർവേ വയം യാതാ ദിശം ദിശം ഏതർഹ്യേവ പുനഃസ്ഥാനം ദൈവേന ആസാദിത സ്വസഹ. അപ്പോ ശ്രീശുഖം പറയുകയാണ്. ശ്രീശുഖവാച വസുദേവോ ഉഗ്രസേനാദ്യൈർ യദുഭിസ്തേ അർച്ചിതോ നൃപ ആസൻ അച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഹ. വാസുദേവ ഉഗ്രസേന ആദ്യൈഹി, വസുദേവൻ ഉഗ്രസേനൻ മുതലായവർ യദുഭിഹി, യദുക്കളാൽ അർച്ചിതക, സൽക്കരിക്കപ്പെട്ട തേ നൃപാഹ, ആ രാജാക്കന്മാർ അച്യുത ദർശന പരമാനന്ദ നിർവൃത, ശ്രീകൃഷ്ണനെ കണ്ട പരമാനന്ദത്താൽ സന്തോഷം ഉള്ളവരായി ആസൻ ഭവിച്ചു. അപ്പൊ ഇങ്ങനെ വസുദേവൻ ഉഗ്രസേനൻ മുതലായവരാൽ സൽക്കരിക്കപ്പെട്ട ആ രാജാക്കന്മാർ എല്ലാവർക്കും ശ്രീകൃഷ്ണന്റെ സന്ദർശനം ലഭിച്ചപ്പോൾ പരമാനന്ദം സുഖം അനുഭവിച്ചവരായി ഭവിച്ചു. വസുദേവോ ശ്രീശുഖവാച വസുദേവോ ഉഗ്രസേനാദ്യൈ യദിഭിസ്തേ അർച്ചിതാ നൃപ ആസന്നച്യുത സന്ദർശ പരമാനന്ദ നിർവൃതാഹ. ഇനി അവിടെ ആരൊക്കെ കൃഷ്ണനെ കണ്ട് സന്തോഷിച്ചു എന്നുള്ളതാണ് 23 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ. അവിടെ എത്തിയവരെ കാര്യം പറയുകയാണ്. ആരൊക്കെയാണ്? ശ്ലോകം 23. ഭീഷ്മോ ദ്രോണോ അംബികാപുത്രോ ഗാന്ധാരി സസുതാ തഥാ സാ ദാരാ പാണ്ഡവ കുന്തി സൃഞ്ജയോ വിദുരകൃപ. അപ്പൊ അവിടെ എത്തിയവരാരൊക്കെ ഉണ്ടായിരുന്നു? ഭീഷ്മർ, ദ്രോണർ, അംബികാപുത്ര, അംബികാപുത്രനാരാണ്? ധൃതരാഷ്ട്രർ, ഗാന്ധാരി, സസുത, പുത്രന്മാരോടുകൂടിയ, തഥ പുത്രന്മാരോടുകൂടിയ ഗാന്ധാരി, അതായത് എല്ലാ കൗരവന്മാരും, സദാര പാണ്ഡവാഹ, ഭാര്യമാരോടുകൂടിയ പാണ്ഡവന്മാർ, കുന്തി, സൃഞ്ജയന്മാര്, വിതുരൻ, കൃപൻ, ഇത്രയും പേര് വന്നു. പിന്നെ അടുത്ത 24 കുന്തി ഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നജിന്മഹാൻ പുരുജിത് ദ്രുപദ ശല്യോ തൃഷ്ടകേതു സകാശിരാട്. പിന്നെ വന്നവരാരൊക്കെയാണ്? കുന്തി ഭോജ, വിരാടൻ, ഭീഷ്മകൻ, അടുത്തത് നഗ്നജിത്ത്, മഹാനായ നഗ്നജിത്ത്, പുരിജിത്ത്, ദ്രുപദൻ, ശല്യൻ, തൃഷ്ടകേതു, സകാശിരാട്, കാശി രാജാവിനോടൊപ്പം ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നീടോ 25 ദമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയോ യുധാമന്യു സുശർമാച സസുത ബാഹ്ലികാദയാഹ. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു? ദമഘോഷനുണ്ട്, വിശാലാക്ഷോ മൈഥില, സുന്ദരനായ, വിശാലാക്ഷോ എന്ന് വെച്ചാൽ നല്ല സുന്ദരമായ അക്ഷികളുള്ള സുന്ദരനായ മൈഥിലൻ, മദ്രാധിപതി, കേകയ രാജ്യത്തിന്റെ അധിപതി, യുധാമന്യു, സുശർമാവ്, സസുത ബാഹ്ലികാദയ, സസുത പുത്രന്മാരോടുകൂടിയ ബാഹ്ലീകൻ മുതലായവർ. പിന്നെയോ 26 രാജാനോ യേച രാജേന്ദ്ര യുധിഷ്ഠിരം അനുവൃതാഹ ക്ഷീനികേതം ബഭു ശൗരേ സസ്ത്രീകം വീക്ഷ്യ വിസ്മിതാഹ. രാജാനോ യേച രാജാനോ യുധിഷ്ഠിരനോടുകൂടിയ രാജാക്കന്മാർ, അനുവൃത, അവര് വന്നിട്ടുണ്ട്. അവരെല്ലാം ശ്രീനികേതം ബഭു ശൗരേ സസ്ത്രീകം വീക്ഷ്യ വിസ്മിത. അവരെല്ലാവരും ശ്രീനികേതം ബഭു, കൃഷ്ണന്റെ മനോഹരമായ ശരീരത്തെ, ശൗരേഹെ, കൃഷ്ണന്റെ മനോഹരമായ ശരീരത്തെ
സസ്ത്രീകം വീക്ഷ്യ ഭാര്യമാരോടുകൂടി വന്നിരിക്കുന്ന കൃഷ്ണന്റെ ശ്രീനികേതം ബഭൂ ശൗര്യ കൃഷ്ണന്റെ മനോഹര ശരീരത്തെ വീക്ഷ്യ കണ്ടിട്ട് വിസ്മിത വളരെ വിസ്മയിച്ചു. അപ്പൊ ഈ വന്നിരുന്ന എല്ലാ രാജാക്കന്മാരും ഭാര്യമാരോട് വന്ന് കൃഷ്ണന്റെ ആ സുന്ദര സ്വരൂപത്തെ കണ്ട് അവരെല്ലാം വിസ്മയിച്ചു അതിശയിച്ചു നിൽക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആ കൃഷ്ണന്റെ ദർശനം എല്ലാവർക്കും സന്തോഷം ഉളവാക്കി. അപ്പൊ നമുക്ക് 23 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചിട്ട് ഇന്ന് ഇതുവരെ മതി. ഭീഷ്മോ ദ്രോണോ അംബികാപുത്രോ ഗാന്ധാരി സസുതാ തഥാ സദാര പാണ്ഡവ കുന്തി സൃഞ്ജയോ വിദുരകൃപഃ കുന്തിഭോജോ വിരാടശ്ച ഭീഷ്മകോ നഗ്നജിന്മഹാൻ പുരിചിദ്രുപദ ശല്യോ ദൃഷ്ടകേതു സകാശിരാട് ദമഘോഷോ വിശാലാക്ഷോ മൈഥിലോ മദ്രകേകയോ യുധാമന്യുഷു ശർമാ ച സസുത ബാക്ലികാതയഃ രാജാനോ യേ ച രാജേന്ദ്ര യുധിഷ്ഠിരമനുവൃതാഃ ശ്രീനികേതം ബഭൂ ശൗരേ സസ്ത്രീകം വീക്ഷ്യ വിസ്മിതാഃ. ബാക്കി അടുത്ത ക്ലാസ്സിൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.